നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഫാമിലി വെഡിംഗ് സെന്റർ. മാറാരോഗങ്ങൾ കൊണ്ടോ അപകടങ്ങളാലോ പ്രായാധിക്യം മൂലമോ ജീവിത സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അസ്തമിച്ച് വീട്ടിലെ 4 ചുമരുകൾക്കുള്ളിൽ അകപ്പെട്ടവർക്ക് അന്തസ്സുറ്റ പരിചരണം അവരുടെ കട്ടിലിനരികിലെത്തി നൽകുകയും ഇത് സമൂഹത്തിന്റെ ബാധ്യതയാണെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന സംവിധാനമാണ് പാലിയേറ്റീവ് കെയർ. ഒരുക്കം നമുക്ക് സ്നേഹത്തണൽ എന്ന സന്ദേശമുയർത്തി 10 വർഷക്കാലമായി തലക്കാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സമീപ പ്രദേശത്തും സാന്ത്വന പരിചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കെയറിന് സ്വന്തമായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 16-ന് കട്ടച്ചിറയിൽ ചെയർമാൻ പാറപ്പുറത്ത് ബാവഹാജിയും ഭിന്നശേഷി നീന്തൽ മത്സരത്തിൽ ഏഷ്യ അവാർഡ് ജേതാവുമായ അസീം വെളിമണയും ചേർന്ന് നിർവഹിക്കും. സാന്ത്വനമേകാൻ അയൽക്കണ്ണികൾ എന്ന സന്ദേശം ഉയർത്തി മലപ്പുറം ജില്ല ലോകത്തിന് നൽകിയ സാമൂഹിക പങ്കാളിത്തത്തോടെയുള്ള പാലിയേറ്റീവ് കെയറിന് ഒരു സ്വപ്ന മന്ദിരം തലക്കാട് കെയർ പാലിയേറ്റീവ് സെന്റർ തലക്കാടിന് കീഴിൽ ഒരുക്കാം നമുക്ക് സ്നേഹത്തണൽ എന്ന സന്ദേശവുമായി ഈ വരുന്ന ഞായറാഴ്ച 16-ാം തീയതി ബി.പി. അങ്ങാടി കട്ടച്ചിറയിലെ ബി.പി. അങ്ങാടി റോഡിൽ തുറന്നു കൊടുക്കുകയാണ്. പാലിയേറ്റീവ് ഹോം കെയറുകൾ, ഡോക്ടർ ഹോം കെയറുകൾ, നഴ്സസ് ഹോം കെയറുകൾ, ഫിസിയോതെറാപ്പി ഹോം കെയർ, അതോടൊപ്പം തന്നെ സൈക്യാട്രി, സൈക്കോളജി, വളണ്ടിയർ ഹോം കെയറുകൾ, ഇങ്ങനെ വിവിധ ഹോം കെയറുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം എല്ലാ ബുധനാഴ്ചകളും സൈക്യാട്രി ക്ലിനിക്ക്, ഡേ കെയറുകൾ, അതോടൊപ്പം 100ഓളം കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ഭക്ഷണ കിറ്റ് വിതരണം, പാലിയേറ്റീവ് ബോധവൽക്കരണ പരിപാടികൾ, ഇങ്ങനെ സമഗ്രമായി സൗജന്യമായി പ്രാദേശിക കമ്മിറ്റികളുടെ സഹായത്തോടുകൂടി തലക്കാട് പഞ്ചായത്തിലെ 19 വാർഡുകളിലും തുപ്രങ്ങോട് പഞ്ചായത്തിലെ 2 വാർഡുകളിലുമായി വളരെ സജീവമായി കഴിഞ്ഞ 10 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യമിടുന്നത് റീഹാബിലിറ്റേഷനാണ്. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാല് ഒറ്റപ്പെട്ട മനുഷ്യരെ ഡംപിംഗ് അല്ലാതെ രാവിലെ കൊണ്ടുവന്ന് വൈകുന്നേരം കൊണ്ടുപോകുന്നത് ഏതെങ്കിലും വിധത്തിൽ. രണ്ടാമതൊരു റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വീൽ ചെയറിലുള്ളവര് റീഹാബിലിറ്റേഷൻ, ഡേ കെയർ. മൂന്നാമത്തൊന്നെന്ന് പറഞ്ഞാൽ മാനസിക രോഗികൾക്കുള്ള ഡേ കെയർ. അങ്ങനെ 3 വിഭാഗത്തിലുള്ള ശാരീരികവും മാനസികവും അവർക്ക് ഉണർവ് നൽകുന്ന വിധത്തിലുള്ള ഡേ കെയറുകളാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് പാലിയേറ്റീവ് ട്രെയിനിങ് സെന്ററാണ്. നമുക്കറിയാം, ഒരു കിടപ്പിലായ മനുഷ്യന്റെ തലമുടി മുതൽ കാൽപാദം വരെ എങ്ങനെ പരിചരിക്കുന്നുവെന്ന് നാട്ടുകാരെ പഠിപ്പിക്കാൻ വേണ്ടിയും അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ അരികെ എന്ന് പറയുന്ന പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വിവിധ രീതിയിലുള്ള പാലിയേറ്റീവ് ട്രെയിനിങ് കോഴ്സുകൾ വരുന്നുണ്ട്. അതിന്റെ ട്രെയിനിങ് സെന്ററായി മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബിൽഡിംഗ് വന്നത്. അതോടൊപ്പം ഞങ്ങളുടെ ഓഫീസ് 4 ഹോം കെയർ നടക്കുന്നതിന്റെ പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ സ്ഥലം ഉള്ളത്. കെയർ റീഹാബിലിറ്റേഷൻ സെന്റർ തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിക്കും. 4ാമത്തെ ഹോം കെയർ വാഹനം പഞ്ചായത്ത് പ്രസിഡന്റ് പി. പുഷ്പയും ട്രെയിനിംഗ് സെന്റർ അബ്ദുറഹിമാൻ ഹാജി കുറ്റൂരും നിർവഹിക്കും. 1600-ൽ കൂടുതൽ രോഗികൾ രജിസ്റ്റർ ചെയ്ത സെന്ററിൽ 400ഓളം പേർക്ക് ഇപ്പോൾ പരിചരണം നൽകുന്നുണ്ട്. സാബിക് പുല്ലൂർ, നാസർ കുറ്റൂർ, പ്രദീപ് കൂറ്റനാട്, അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ, ഫൈസൽ ഇടശ്ശേരി, PA ഫസൽ, അഹമ്മദ് കട്ടച്ചിറ, സൈദലവി ഹാജി, AK ബാബു, അസ്മാബി, ഡോക്ടർ അസർ, ഫൈസൽ ബാബു എരഞ്ഞിക്കൽ, യൂസഫ് നിറമരുദൂർ, കോയ, ഡോക്ടർ അസിൻ രാജു, ഗോപാലൻ മാസ്റ്റർ പൂക്കൈത തുടങ്ങിയവർ പങ്കെടുക്കും. വാഹനങ്ങളാണ് ഇപ്പോ ഈ 19 വാർഡിലായിട്ട് സേവനം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ സന്തോഷം 16-ാം തീയതി 4ാമത്തെ ഒരു വാഹനം കൂടി, ഹോം കെയർ വാഹനം കൂടി ഇറങ്ങാൻ പോവുകയാണ്. ഏതർത്ഥത്തിൽ പരിചരണം ഔദാര്യമല്ല, അവകാശമാണ് എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് സംതൃപ്ത പരിചരണം എല്ലാവരേക്കും എത്തുക എന്ന ബോധ്യത്തോടു കൂടി ആണ് കെയർ പാലിയേറ്റീവ് ഈ 10 വർഷക്കാലമായി തലക്കാട് പഞ്ചായത്തിനകത്ത് സേവനം നൽകിക്കൊണ്ടിരിക്കുന്നത്. മാറാരോഗങ്ങൾ കൊണ്ടോ പ്രായാധിക്യം കൊണ്ടോ അപകടം മൂലമോ 4 ചുവരുക്കുള്ളിൽ അകപ്പെട്ട മനുഷ്യരുടെ ഇടയിലേക്ക് അവരുടെ കട്ടിലിനരികിൽ ഒട്ടും പിശുക്കില്ലാത്ത സ്നേഹം പകർന്നു നൽകാൻ സന്നദ്ധരായ ഒരുപാട് 5ഓളം നേഴ്സുമാരും മറ്റ് സ്റ്റാഫുകളായിട്ട് 12ഓളം സ്റ്റാഫുകളുമായിട്ട് കെയർ പാലിയേറ്റീവ് സെന്റർ സേവനം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അബ്ദുൽ ഫസൽ, നാസർ കുറ്റൂർ, ഗോപാലൻ മാസ്റ്റർ പൂക്കൈത തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TVN ന്യൂസ് തിരൂർ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.